തിരൂർ എം എൽ എയും നിലവിലെ UDF സ്ഥാനാർത്ഥിയുമായ ശ്രീ കുറുക്കോളി മൊയ്തീനാണ് എന്നോടൊപ്പം ചേരുന്നത്. തിരൂർ മണ്ഡലം ഇപ്പോൾ വാർത്തകൾ ഇടം പിടിക്കുന്നത് LDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ മാറ്റത്തെ തുടർന്നു കൂടിയാണ്. അവിടേക്ക് താനൂരിലെ ഇപ്പോഴത്തെ MLA, താനൂരിൽ പ്രഖ്യാപിച്ച LDFിൻ്റെ സ്ഥാനാർത്ഥി തിരൂരിലേക്ക് വരുന്നു, ശ്രീ വി അബ്ദുറഹ്മാൻ. അതാണിപ്പോൾ ഏറ്റവും വലിയൊരു ചർച്ചയായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത്? ഇതൊരു സ്വാഭാവിക മത്സരം മാത്രമാണ്. ഇവിടെ മറുവശത്തുള്ളത് LDF ആണ്, ഞങ്ങൾ UDFകാരാണ്. UDFിന് വേണ്ടിയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി. അപ്പുറത്ത് സ്ഥാനാർത്ഥി ആരാണെങ്കിലും അത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. 10 കൊല്ലമായി കേരളത്തിലെ ദുരിതപൂർണമായ ഒരു ജീവിത സാഹചര്യം സമ്മാനിച്ച പിണറായി ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അപ്പുറത്തുള്ളത്. അത് തിരിച്ചറിയാൻ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് മാത്രമല്ല ഈ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാർക്കും സാധിക്കും. ആ തിരിച്ചറിവ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ട്. 10 കൊല്ലമായി കേരളത്തെ എങ്ങോട്ടാണ് ഈ പിണറായി ഗവൺമെൻറ് കൊണ്ടുപോയത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിണറായി കേരളത്തിലെ ജനങ്ങളെ മറന്ന് അധികാരം മാത്രം സ്വപ്നം കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജനങ്ങൾക്ക് ഒരു ശാന്തിയും സമാധാനവും വേണം, ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തണം. അതിന് UDF തിരിച്ചു വരണമെന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട്. ഈ മണ്ഡലമാർദ്ദനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് താനൂർ ഞാൻ വികസനം കൊണ്ടുവന്നു കഴിഞ്ഞു, പക്ഷേ തിരൂർ ഇപ്പോഴും എൻ്റെ ജന്മനാട് ഇപ്പോഴും വികസനം ഒന്നുമില്ലാതെ കിടക്കുകയാണ് എന്നൊരു കാരണമാണ്. വികസന മുരടിപ്പാണ് അദ്ദേഹം ഈ മണ്ഡലം മാറുന്നതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. എന്താണ് തിരൂരിൽ വികസനമില്ലാത്തതിൻ്റെ കാരണം? അത് ജനങ്ങൾക്ക് വലിയ തമാശയായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം വലിയ വികസനം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ആ വികസനം കാണിച്ച് വോട്ട് വാങ്ങേണ്ടത് താനൂരിലാണ്. ആ വികസനം അനുഭവിക്കുന്ന ആളുകളാണ് അദ്ദേഹത്തെ സഹായിക്കേണ്ടത്. അതുകൊണ്ട് അവിടെ നിൽക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് തിരൂരിലേക്ക് വരുന്നത്. അല്ലാതെ വികസനത്തിൻ്റെ കാര്യത്തിലോ താല്പര്യത്തിലോ അല്ല. അവിടെ ആ മണ്ഡലത്തിൽ നിങ്ങളൊന്ന് ഇറങ്ങി നടക്കാൻ, ജനങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി നടക്കട്ടെ. എന്നിട്ട് അവിടെ വെറുതെ ആകാശത്തിങ്ങനെ കയറി വെറുതെ നിൽക്കുന്ന വെള്ള ടാങ്ക്, ഇന്നും വെള്ളം കിട്ടാതെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്, അതേപോലെ തന്നെ അവിടുത്തെ ഓരോ വിഷയങ്ങളിലും ഉണ്ടായിട്ടുള്ള അലംഭാവങ്ങൾ, അവിടുത്തെ തന്നെ ഒരു പാലം, പനമ്പാലം, അതിൻ്റെ അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ 5 കൊല്ലം അദ്ദേഹം MLA ആയി ഇരുന്നിട്ട് കഴിഞ്ഞില്ല. മന്ത്രിയായി ഇരുന്നിട്ട് പോലും 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ പാലത്തിന് അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ ഫണ്ട് കിട്ടിയത്. എന്നാൽ തിരൂർ മണ്ഡലത്തിലെ 3 പാലങ്ങൾ, സമാനമായ 3 പാലങ്ങൾക്ക് 2 സംസ്ഥാനത്ത് നിന്നും 1 കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് ലഭ്യമാക്കാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ വികസനത്തിൻ്റെ വലിയ വീമ്പ് പറച്ചിൽ ഉണ്ട് എങ്കിൽ ആ പാലം ആദ്യത്തെ പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരുന്നു. ഒരു 5 കൊല്ലം ഇവിടെ കഴിഞ്ഞു. ലോകമഹായുദ്ധം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ദുരിതഭരണമായ 1ാം ഭരണം ഇവിടെ കഴിഞ്ഞു പിണറായിയുടേത്. ഇപ്പോൾ ഇത് 2ാമത് ഭരണവും തീരാനിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കുക, കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി അതിനൊരവസരമൊരുക്കാൻ ഉള്ള പിന്തുണയാണ് എനിക്ക് സമർപ്പിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ. ഈ UDF MLAമാർക്ക് പിണറായി സർക്കാരിൽ നിന്നും സഹായം ലഭിച്ചിട്ടില്ല വികസനത്തിന് എന്ന് പറയുന്നത് ശരിയാണ്? അങ്ങനെ ഒരു ആരോപണം അംഗീകരിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ മന്ത്രി കൂടിയായ ഇപ്പോൾ മത്സരിക്കുന്ന വി അബ്ദുറഹ്മാൻ അത്തരത്തിൽ വികസനം എത്താതിരിക്കാനുള്ള വല്ല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ തിരൂരിൽ? തീർച്ചയായും അവഗണനയായിരുന്നു. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് പോലെ ഈ ഗവൺമെൻറ് മലപ്പുറത്തിനെ അവഗണിച്ചു. ഒന്ന്, ഇപ്പോൾ ഡോക്ടർമാരുടെ നിയമനം കഴിഞ്ഞു. 204 ഡോക്ടർമാരെ നിയമിച്ചപ്പോൾ മലപ്പുറത്ത് വെറും 4 ആളെ മാത്രമാണ് നിയമിച്ചത്. അതിൽ 10-1 ജനസംഖ്യ കേരളത്തിൽ, 10-1 കൂടുതൽ ജനസംഖ്യ കേരളത്തിലും മലപ്പുറത്തുണ്ട്. 10-1 നൽകുകയാണ് എങ്കിൽ ഞങ്ങൾക്ക് 21 ആളെങ്കിലും കിട്ടണമായിരുന്നു. വെറും 4 ആൾ. ഈ ഡോക്ടർമാരുടെ ഒഴിവുള്ളത് ഏറ്റവും കൂടുതൽ ഇവിടെയാണ്, ആവശ്യക്കാർ ഇവിടെയാണ്, രോഗികൾ കൂടുതൽ ഇവിടെയാണ്, ജനം കൂടുതൽ ഇവിടെയാണ്. തന്നില്ല. ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഏറ്റവും അവസാനം നടന്നൊരു സംഗതിയാണ് ഞാൻ പറയുന്നത്. ബജറ്റ് ഓരോന്ന് വരുമ്പോഴും ഒരു 5 കോടി അല്ലെങ്കിൽ ഒരു 5.5 കോടി രൂപ മാത്രമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. എന്നാൽ ഓരോ അവസരം കഴിയുമ്പോഴും, ഓരോ ബജറ്റ് കഴിയുമ്പോഴും ഇവിടെ എൻ്റെ തെക്കും അതേപോലെ പടിഞ്ഞാറുമായി എടുക്കുന്ന താനൂർ, തവനൂർ മണ്ഡലങ്ങളിൽ 100 കണക്കിന് കോടിയുടെ കണക്കാണ് അവർ പറയുന്നത്.
ലഭിച്ചു എന്ന്. ഇതുപോലെ ഇവിടുത്തെ CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെയും ആളുകളൊക്കെ പ്രതികരിക്കേണ്ട സംഗതിയാണിത്. എന്തുകൊണ്ട് ഇവിടെ വികസനം തരുന്നില്ല? ഞാൻ ലീഗുകാരനാണ്, ഞാൻ UDF-കാരനാണ്. എന്നാൽ ജനങ്ങൾക്കാണ് ഈ വികസനം അനുഭവിക്കേണ്ടത്, MLA-ക്ക് അനുഭവിക്കാനുള്ളതല്ല, ജനങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ചെയ്തതുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ കേരളത്തിൻ്റെ ഭാഗമാണെന്ന് കാണാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല. മന്ത്രി അതിനെ കൂട്ട് നിൽക്കുകയാണോ ചെയ്യുക? തീർച്ചയായിട്ടും മന്ത്രി തിരൂരിലൊരു സ്റ്റേഡിയത്തിന്, രാജീവ് ഗാന്ധി സ്മാരക സ്റ്റേഡിയത്തിന് 10 കോടി രൂപ പഴയ കാലത്ത് അനുവദിച്ച് കിട്ടിയതുണ്ട് കിഫ്ബിയിൽ നിന്ന്. അത് മുനിസിപ്പൽ ഭരണസമിതി, അതായത് ഗിരീഷ് CPM-ൻ്റെ ചെയർമാനായിരുന്ന കാലത്ത് അവർ അത് സ്വീകരിച്ചില്ല. അതായത് മുനിസിപ്പാലിറ്റിയുടെ നിയന്ത്രണം സ്റ്റേഡിയത്തിന് മേൽ നഷ്ടപ്പെടും എന്നുള്ളതായിരുന്നു അവരുടെ വാദം. അത് പിന്നീട് വന്ന നസീമ ചെയർപേഴ്സണായി കൊണ്ടുവന്ന UDF-ൻ്റെ ഭരണസമിതിയും അത് തന്നെ അംഗീകരിച്ചു. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയാതെ കടന്നു. മന്ത്രിയുമായി പലവട്ടം സംസാരിച്ചു. ഞാനൊരു ടർഫ് ഉദ്ഘാടനത്തിന് സമയത്ത് തർക്കം തന്നെയുണ്ടായി, നസീമയും ചെയർപേഴ്സണും മന്ത്രിയും കൂടി. ഞാൻ മദ്യം പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ആ മദ്യം പറഞ്ഞ് ഞങ്ങൾ കൂടിയിരുന്നു, തിരൂർ ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് സംസാരിച്ച് മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടിയിരുന്ന ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് മീറ്റിംഗ് കൂടി ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ മന്ത്രി തന്നെ ഒരു നിർദ്ദേശം ഞങ്ങളുടെ മുമ്പാകെ വെച്ചു. ഞങ്ങളത് ഐക്യകണ്ഠേന അംഗീകരിച്ചു. മന്ത്രി പറഞ്ഞ് ഞങ്ങൾ അംഗീകരിച്ചു. ദൗർഭാഗ്യവശാൽ അത് മിനിറ്റ്സിൽ പോലും എഴുതി ചേർക്കാൻ തയ്യാറായില്ല. മന്ത്രി പറഞ്ഞൊരു അഭിപ്രായം, മന്ത്രിയുടെ നാട്ടിലേക്കുള്ള ഒരു ഫണ്ടിൻ്റെ കാര്യത്തിന് പോലും തീരുമാനം എടുത്തതിലൊന്നും അദ്ദേഹത്തിന് പിറകോട്ട് പോകേണ്ടി വന്നു. എന്നാൽ ഇനി ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ടതുണ്ടോ? ഈ മന്ത്രിയുടെ വി അബ്ദുറഹ്മാൻ്റെ ഇലക്ഷൻ ശൈലി UDF-ൻ്റെ വോട്ടുകൾ കൃത്യമായിട്ട് ഭിന്നിപ്പിച്ച് LDF-ൽ എത്തിക്കുക എന്നുള്ളതാണ്. താനൂരിൽ അങ്ങനെയാണ് അദ്ദേഹം 2 തവണ ജയിച്ചത്. തിരൂരിൽ അങ്ങനെ UDF-ൻ്റെ വോട്ട് ഭിന്നിച്ച് പോകുന്നു കരുതുന്നുണ്ടോ? ഒരിക്കലും സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ദ്രോഹ നടപടികൾ, ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ തിരിച്ചറിയുന്ന ആളുകളാണ് ഈ മലപ്പുറം ജില്ലയിലും തിരൂരിലുമൊക്കെയുള്ള ജനങ്ങൾ. സ്വാഭാവികമായിട്ടും അതിന് പാകത്തിലുള്ള പ്രതികരണമാണ് ഇവിടുത്തെ ജനങ്ങളിൽ നിന്നുണ്ടാവുക. അതുകൊണ്ട് ഈ UDF-നെ ഭിന്നിപ്പിക്കാമെന്ന് ഒരു വ്യാമോഹവും വേണ്ടതില്ല. ചോദ്യം കൂടി, അങ്ങ് പലപ്പോഴായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ജില്ലയുടെ വികസനത്തിന് സാധ്യമാകുന്ന ജില്ലാ വിഭജനം ആവശ്യമുണ്ടെന്ന്. അത്തരത്തിലൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുമോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുമോ? വികസനത്തിന് വേണ്ടി ജില്ലയുടെ ഒരു പുനർനവീകരണം. ഞാൻ ഈ മലപ്പുറം ജില്ലയിലെ ഒരു വിഭജനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങളുമായി തുലനം ചെയ്ത് നോക്കിയാൽ കേരളത്തിൽ ജില്ലകളുടെ എണ്ണം കുറവാണ്. ഇവിടുത്തെ ജില്ലകളിലെ ജനസംഖ്യ മറ്റു സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയേക്കാൾ കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. മലപ്പുറത്ത് മാത്രമല്ല, അതേപോലെ ഭൂപ്രദേശത്തിൻ്റെ അളവിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ ജില്ലകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ജില്ലാ തലത്തിൽ വീതം വെക്കുന്ന പല പദ്ധതികളുമുണ്ട്. അതുകൊണ്ട് അത് കേരളത്തിന് കുറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ ഉദാഹരണം, കേന്ദ്ര ഗവൺമെൻറ് എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവിടെ അതേപോലെ അതനുസരിച്ച് നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നു. CH-ൻ്റെ കാലത്താണ് എല്ലാ പഞ്ചായത്തിലും സ്കൂളുകൾ എന്ന് തീരുമാനമെടുത്തത്. ET-യുടെ കാലത്താണ് എല്ലാ സ്കൂളുകളും എല്ലാ മണ്ഡലത്തിലും ഹയർ സെക്കൻഡറി സ്കൂളാക്കുക എന്ന് തീരുമാനമുണ്ടാക്കിയത്. അബ്ദുൾ റബ്ബ് മന്ത്രിയാവുന്ന സന്ദർഭത്തിലാണ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കോളേജ് എന്ന് തീരുമാനമെടുത്തത്. ഇടതുപക്ഷത്തിനും കോളേജ് കൊടുത്തു. UDF-ൻ്റെ മണ്ഡലങ്ങൾ മാത്രമല്ല, ഈ ജില്ലയിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലങ്ങളിൽ അവർ ഭരിക്കുന്ന മണ്ഡലങ്ങളിൽ കോളേജ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ മെഡിക്കൽ കോളേജുകൾ എല്ലാ ജില്ലക്കും കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് കിട്ടി, വയനാടിന്, പാലക്കാടിന്, പത്തനംതിട്ടയ്ക്ക്, ഇടുക്കിക്കൊക്കെ കിട്ടി. മലപ്പുറത്തിന് ഒന്നാണ് കിട്ടിയത്. നേരെ മറിച്ച് മലപ്പുറത്തിൻ്റെ 1/3 പോലും ജനസംഖ്യയില്ലാത്ത വയനാട് പോലെയുള്ള ജില്ലക്ക് 1 കിട്ടിയപ്പോൾ മലപ്പുറത്തിന് 1 കിട്ടുന്നുള്ളൂ. നേരെ മറിച്ച് മലപ്പുറം പോലെയുള്ള ഇതേപോലെ വിഭജിക്കേണ്ട വലിയ ജനസംഖ്യയുള്ള ജില്ലകളൊക്കെ 2 ഒക്കെ ആയിട്ടുണ്ട് എങ്കിൽ കൂടുതൽ മെഡിക്കൽ കോളേജ്, ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഇത് ലഭ്യമാക്കും. അതുകൊണ്ട് കേരളത്തിൽ തന്നെ ജില്ലകളൊരു പുനർവിഭജനം ആവശ്യമാണ്. അതാണ് എൻ്റെ അഭിപ്രായം. തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയാക്കുമോ, അല്ലെങ്കിൽ കേരളത്തിൽ അത് ഉണ്ടാവും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. എന്നാണെങ്കിലും വി അബ്ദുറഹ്മാൻ്റെ വരവ് ഒരു തരത്തിലും അങ്ങയുടെ വിജയപ്രതീക്ഷകളെ ബാധിക്കുന്നതല്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷമാണ് മറുവശത്തുള്ളത്. UDF ആണ് ഇവിടെ വിജയിക്കാൻ പോകുന്നത്. UDF കേരളത്തിൽ ഒരു ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി അതിഗംഭീരമായി മുന്നോട്ട് പോവുകയാണ്.
വികസന മുരടിപ്പ് എന്ന വാദത്തെ വികസനം നടത്താത്തതിൻ്റെ കാരണം LDF സർക്കാരാണെന്ന മറുവാദം കൊണ്ട് പ്രതിരോധിക്കുകയാണ് ഇവിടെ. എന്താണെങ്കിലും UDFിൻ്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വി അബ്ദുറഹ്മാൻ ആവില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വിജയപ്രതീക്ഷയോടെ കുറുക്കോളി മൊയ്തീൻ രംഗത്തിറങ്ങുന്നത്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.